മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പെൻഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. 12:30-ക്കാണ് യോഗം. വിജിൻ ചേരുന്നു. വിജിൻ, മുഖ്യമന്ത്രിയുടെ യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷമി, എന്തായാലും നേരത്തെ തന്നെ ഇക്കാര്യം ഗൗരവമായി പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. 12:30-നാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരുക. തദ്ദേശ വകുപ്പ് മന്ത്രിമാരും ഒപ്പം തന്നെ ഈ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഇതിൽ എങ്ങനെ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളും ഉൾപ്പെടെ എങ്ങനെ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരിശോധിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ലിസ്റ്റിൽ തുടരുന്ന കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ധനമന്ത്രി. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൗരവപരമായ ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിക്കിടയിലും സർക്കാർ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പദ്ധതിയിൽ ഇത്തരം സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നവരും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും എങ്ങനെ കടന്നുകൂടി, അവർ ഇപ്പോഴും എങ്ങനെ തുടരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഗൗരവമായ പരിശോധനയാണ് സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിലവിൽ ഇപ്പോൾ ഒരു യോഗം വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് 12:30-ക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. വിജിന്, ഈ BMW കാറ് ഒക്കെ സ്വന്തമായുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 3000-വും 4000-വും ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് ഉള്ള ആൾക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ പട്ടികയിൽ കടന്നുകൂടുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരങ്ങൾ സർക്കാരിന് ലഭിക്കുന്നുണ്ടോ? ഷമി, ഇത് ഒരു കോട്ടക്കലിലെ മാത്രം പ്രശ്നമായല്ല സർക്കാർ കാണുന്നത്. ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടാകാം എന്ന സംശയം സർക്കാരിനുണ്ട്. അതിന്റെ ആദ്യത്തെ തെളിവുകളാണ് കോട്ടക്കലിൽ പുറത്തു വന്നതെങ്കിലും കൂടുതൽ വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ നടപടി സ്വീകരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇക്കാര്യത്തിലുള്ള ഗൗരവകരമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ധനവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തലത്തിലുള്ള അന്വേഷണം നടത്താം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയാവും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം ഈ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പല വകുപ്പുകളിലെ ആളുകളാണ് ഈ ലിസ്റ്റിൽ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ കടന്നുകൂടി, അവർ ഇപ്പോഴും എങ്ങനെ തുടരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഗൗരവപരമായ ഒരു പരിശോധനയിലേക്കാണ് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഗൗരവം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് അടിയന്തരമായി യോഗം ചേരാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. പെൻഷൻ തട്ടിപ്പിൽ മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നു. ധനമന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും. അനർഹരായിട്ടുള്ള 2000-ഓളം പേർ ഈ പെൻഷൻ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ അന്വേഷണം നടത്തും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരും ഈ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇന്ന് ഈ യോഗം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ അനർഹരായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് കടന്നുകൂടിയതിനെ സംബന്ധിച്ചും യോഗം പരിശോധിക്കും. വിജിൻ തുടരുന്നു. വിജിൻ, ഈ ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലിൽ അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയുമോ? ഷമി, തീർച്ചയായും അത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ പരിശോധിക്കുന്നത്. പ്രാഥമികമായ ഒരു പരിശോധനയാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ വെരിഫൈ ചെയ്ത ശേഷമാണ് ഈ ലിസ്റ്റിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഇങ്ങനെ ആളുകൾ വന്നു, അവരുടെ കൂടി അറിവോടെയാണോ ഇത്തരത്തിൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ പോലും പെൻഷൻ പദ്ധതിയിൽ ഇടം പിടിച്ചത് എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതിന് സമാനമായ രീതിയിൽ, കോട്ടക്കലിന് സമാനമായ രീതിയിൽ ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. അതിന്റെ ഗൗരവം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ
യോഗം ചേരുന്നത്. എന്തായാലും UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപ മാത്രമുണ്ടായിരുന്ന പെൻഷനാണ് ഇപ്പോൾ 1600 രൂപയായി സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായും ഈ പ്രായമായവർക്കും അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്നവർക്കും വൈകല്യമുള്ള ആളുകൾക്കുമൊക്കെ സഹായകരമാകുന്ന ഒരു പദ്ധതിയിൽ ഇത്തരത്തിൽ ഒരു 1600 രൂപ കൈപ്പറ്റാൻ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ആ ലിസ്റ്റിൽ എങ്ങനെ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം നീക്കത്തിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറ്റു തരത്തിൽ വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിന്റെ കൃത്യമായ നടത്തേണ്ടതുണ്ട്.